നമസ്കാരം. ആസാദി നൈറ്റ് ഡിഷിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. മാങ്കൂട്ടത്തിലെ ലൈംഗിക ചൂഷണം, മുഖ്യമന്ത്രിക്ക് പരാതി നൽകി യുവതി, തെളിവുകൾ കൈമാറി. മാങ്കൂട്ടത്തിലിന്റെ ഉടൻ ചോദ്യം ചെയ്യും, യുവതിയുടെ പരാതിയിൽ ഗുരുതര ആരോപണങ്ങൾ. MLA ഓഫീസ് പൂട്ടി മുങ്ങി മാങ്കൂട്ടത്തിൽ, ന്യായീകരണ പോസ്റ്റിട്ടത് ഒളിവിലിരുന്ന രാഹുൽ കാരണം ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്നുവെന്ന് അറിയാമായിരുന്നു റിനി ആൻഡ് ജോർജ്. 2022 ഒരു കോളം വാർത്ത 2025 എങ്ങനെ രഹസ്യ കോഡായി മനോരമയെ തുറന്നുകാട്ടി വി ശിവൻകുട്ടി. പണമില്ലെങ്കിലും ജീവൻ രക്ഷിക്കാനുള്ള ചികിത്സ നിഷേധിക്കരുത്, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് നിയമം ഹൈക്കോടതി ശരിവച്ചു. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലൈംഗിക ചൂഷണത്തിനിരയായ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ബന്ധുക്കൾക്കൊപ്പം സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ടാണ് യുവതി പരാതി നൽകിയത്. ഡിജിറ്റൽ തെളിവുകളടക്കം യുവതി കൈമാറിയെന്നാണ് വിവരം. മാങ്കൂട്ടത്തിലിന്റെ ഉടൻ ചോദ്യം ചെയ്യും. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ചൂഷണം നടത്തുകയും പിന്നീട് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്തു എന്നതുൾപ്പെടെ ഗുരുതര ആരോപണങ്ങളാണ് പരാതിയിലുള്ളത്. തനിക്കെതിരെ വ്യക്തിഹത്യ നടക്കുന്നതായും യുവതി പരാതിപ്പെട്ടു. യുവതിക്കും ഗർഭസ്ഥ ശിശുവിനും നേരെ മാങ്കൂട്ടത്തിൽ കൊലവിളി നടത്തുന്നതിന്റെ, ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്യുന്നതിന്റെ വാട്സപ്പ് ചാറ്റുകളും ശബ്ദരേഖകളും പുറത്തു വന്നിരുന്നു. ഇവയൊന്നും നിഷേധിക്കാൻ മാങ്കൂട്ടത്തിൽ ഇതുവരെ തയ്യാറായിട്ടില്ല. പുറത്തു വന്ന ശബ്ദരേഖയും വാട്സപ്പ് ചാറ്റും അടിസ്ഥാനമാക്കി മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് നേരത്തെ കേസെടുത്തിരുന്നു. 5 പേർ ഇമെയിൽ വഴി പോലീസ് ആസ്ഥാനത്തേക്ക് അയച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. പരാതി നൽകിയവരെല്ലാം മൂന്നാം കക്ഷികളായിരുന്നു. ചിത്രത്തിന് രാഹുൽ നിർബന്ധിച്ചുവെന്നും 18 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ളവരാണ് ഇരയായതെന്നും കാട്ടി ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ FIR സമർപ്പിച്ചിട്ടുണ്ട്. 2 യുവതികൾ ഗർഭചിത്രത്തിന് വിധേയരാണെന്ന് അന്വേഷക സംഘത്തിന് ലഭിച്ച വിവരം. ഇതിലൊരാളെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയത് ബംഗളൂരുവിൽ വെച്ചാണ്. മുഖ്യമന്ത്രിക്ക് യുവതി ലൈംഗിക പീഡന പരാതി നൽകിയതിന് പിന്നാലെ MLA ഓഫീസും പൂട്ടി മുങ്ങി മാങ്കൂട്ടത്തിൽ. സ്ഥാനാർത്ഥി പ്രചരണ പരിപാടിക്കിടയിലാണ് മാങ്കൂട്ടത്തിൽ മുങ്ങിയത്. വൈകിട്ട് എത്താമെന്ന് ഉറപ്പിച്ചിരുന്ന സ്വീകരണ കേന്ദ്രത്തിൽ എത്താത്തതിനെ തുടർന്ന് അന്വേഷണത്തിലാണ് ഒളിവിലാണെന്ന് മനസ്സിലായത്. മാധ്യമപ്രവർത്തകർ എത്തിയപ്പോഴേക്കും പൂട്ടിയിട്ട നിലയിലായിരുന്നു MLA ഓഫീസ്. ലൈംഗിക ചൂഷണത്തിനിരയാകുകയും ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്തുവെന്ന യുവതിയുടെ പരാതിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉടൻ ചോദ്യം ചെയ്യാനിരിക്കെയാണ് സംഭവം. ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പെൺകുട്ടി പരാതി നൽകിയതിന് പിന്നാലെ പ്രതികരിച്ച് മാങ്കൂട്ടത്തിൽ പോസ്റ്റിട്ടത് ഒളിവിൽ ഇരുന്നാണ്. കുറ്റം ചെയ്തിട്ടില്ലെന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടുമെന്നും നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തുമെന്നാണ് ഫേസ്ബുക്കിലൂടെയുള്ള പ്രതികരണം. ഇതിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്തു നിന്നും പല സ്ത്രീകളോടും മോശമായ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നും അത് കാരണം പലരും അനുഭവിക്കുന്നുണ്ട്. നേരത്തെ അറിയാമായിരുന്നുവെന്ന് റിനി ആൻഡ് ജോർജ്. അതുകൊണ്ട് കൂടിയാണ് തനിക്ക് നേരെയുണ്ടായ കാര്യങ്ങൾ തുറന്നു പറയാമെന്ന് കരുതിയതെന്ന് റിനി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക ചൂഷണത്തിനിരയായ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെയായിരുന്നു റിനിയുടെ പ്രതികരണം. ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ നേരിട്ട പ്രശ്നങ്ങൾ തുറന്നു പറയുമ്പോൾ മറ്റുള്ളവർക്കും അത് പ്രചോദനമാവുമെന്നും അവർക്ക് തുറന്നു പറയാനുള്ള സാഹചര്യം ഒരുങ്ങുന്നുവെന്നും ഞാൻ കരുതിയിരുന്നു. സ്ത്രീകൾ നേരിടുന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. നമ്മൾ ധൈര്യത്തോടെ ഒരു കാര്യം പറഞ്ഞത് ഈ നിലയിൽ എത്തി എന്നതിൽ സന്തോഷമുണ്ട്. രാഹുലിനെതിരെയുള്ള ലൈംഗികാരോപണങ്ങൾ ഉയർന്നു വന്ന ആദ്യഘട്ടത്തിൽ ഹൂ കേസ് എന്ന ഒരു സൂചന പൊതുജനങ്ങൾക്ക് ഇട്ടുകൊടുത്തത് റിനിയായിരുന്നു. ഇതിനു പിന്നിലെ നിരവധി ചാറ്റുകളും രാഹുലിന്റെ ലൈംഗിക വൈകൃതം വെളിവാകുന്ന തരത്തിലുള്ള വോയിസുകളും പുറത്തു വന്നിരുന്നു. മാധ്യമങ്ങൾ രാഹുലിന്റെ അതിക്രമങ്ങൾ പുറത്തുവിട്ടപ്പോൾ മാധ്യമങ്ങളെ പോലും അധിക്ഷേപിക്കുകയുണ്ടായെന്നും എന്നാൽ മാധ്യമങ്ങൾ നൽകിയ പിന്തുണ വലുതാണെന്നും റിനി കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡുകൾ LDFും ട്രേഡ് യൂണിയനുകളും അറിയാതെ കേരളത്തിൽ കരടുചട്ടം തയ്യാറാക്കിയെന്ന മലയാള മനോരമയുടെ നുണപ്പാർത്തയെ തുറന്നുകാട്ടി തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി. 3 വർഷം മുൻപ് മനോരമ തന്നെ പ്രസിദ്ധീകരിച്ച വാർത്ത പങ്കുവച്ചാണ് UDF പത്രത്തിന്റെ വ്യാജ പ്രചരണം മന്ത്രി പൊളിച്ചത്. 2022 ജൂലൈ 2 തിരുവനന്തപുരത്ത് തൊഴിൽ വകുപ്പ് സംഘടിപ്പിച്ച സംസ്ഥാനതല ശില്പശാല തൊഴിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്ത വാർത്ത പിറ്റേ ദിവസം ഉൾപേജിൽ ഒരു കോളത്തിൽ മനോരമ നൽകിയിരുന്നു.
വാർത്തയിൽ കേന്ദ്ര ലേബർ കോഡുകളുടെ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനതല ചട്ടരൂപീകരണത്തിന്റെ ഭാഗമായാണ് ആ ശില്പശാല സംഘടിപ്പിച്ചതെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. കേന്ദ്ര നിയമങ്ങളിൽ കേരളത്തിന്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഘട്ടങ്ങളുണ്ടെന്നും അവ അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ പ്രമാണങ്ങൾക്ക് നിരക്കാത്തതാണെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതായി മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ ലേബർ കോഡുകൾ നടപ്പാക്കുകയും ഇതിനെതിരെ ഇടതുപക്ഷ ശക്തമായ പ്രക്ഷോഭം തുടരുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മനോരമ നുണപ്രചാരണ വാർത്ത ചമച്ചത്. നവംബർ 20 ഒന്നാം പേജിൽ മുന്നണി അറിയാത്ത രഹസ്യ നീക്കം എന്ന പേരിൽ വലിയ വാർത്തയാണ് മനോരമ നൽകിയിരിക്കുന്നത്. 22 ഒരു കോളം വാർത്ത 2025 എടുത്തുമ്പോൾ എങ്ങനെയാണ് മനോരമയ്ക്ക് രഹസ്യ കോഡ് ആകുന്നതെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചോദിച്ചു. ശില്പശാലയിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങളും ആക്ഷേപങ്ങളും സർക്കാർ വിശദമായി പരിശോധിച്ചാണ് കേന്ദ്രത്തിന്റെ ഈ 4 ലേബർ കോഡുകളും സംസ്ഥാന തൊഴിലാളികളുടെ നിയമപരമായ അവകാശങ്ങളെ ഹാനിക്കുന്നതെന്ന തൊഴിൽ യൂണിയനുകളുടെ വികാരത്തെ സർക്കാർ സർവ്വത്മ പിന്തുണയ്ക്കുകയും ചെയ്തു. ഈ തീരുമാനമെടുത്തതിനു ശേഷം നാളിതുവരെ സംസ്ഥാന ചട്ടങ്ങൾ സംബന്ധിച്ചോ ലേബർ കോഡുകൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ചോ യാതൊരുവിധ നടപടികളിലേക്കും സർക്കാർ കടന്നിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ലേബർ കോഡുകൾ പിൻവലിക്കുക. ബെഫി 29 കേന്ദ്ര തൊഴിൽ നിയമം റദ്ദാക്കിക്കൊണ്ട് കൊണ്ടുവന്ന 4 ലേബർ കോഡുകൾ തൊഴിലാളി വർഗ നൂറ്റാണ്ടുകളുടെ പോരാട്ടത്തിലൂടെയും സഹന സമരത്തിലൂടെയും നേടിയ അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണമാണ്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധമായ നടപടികൾക്കെതിരെ തൊഴിലാളികളുടെ പ്രതിഷേധവും പ്രതിരോധവും ഉയർന്നു വരുന്നതിനെ തടയുക എന്നതാണ് ഇത്തരം തൊഴിലാളികൾ വിരുദ്ധ നിയമങ്ങളിലൂടെ ഭരണാധികാരികൾ ആഗ്രഹിക്കുന്നത്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം നടത്തുന്ന നിയമനിർമ്മാണങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുന്നതിനു വേണ്ടി കേന്ദ്ര ട്രേഡ് യൂണിയനുകളും സ്വതന്ത്ര ഫെഡറേഷനുകളും ചേർന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കണ്ണൂർ ശാഖ പരിസരത്ത് പുതിയ ലേബർ കോഡ് വിജ്ഞാപനത്തിന്റെ കോപ്പികൾ കത്തിച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചു. ബെഫി ജില്ലാ സെക്രട്ടറി PM ശ്രീരാഗ് സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് CP സൗന്ദർരാജ് അധ്യക്ഷത വഹിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ യോഗം ചേർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളുടെയും സ്ഥാനാർത്ഥി പ്രതിനിധികളുടെയും യോഗം ജില്ലാ പഞ്ചായത്ത് വരണാധികാരിയായ ജില്ലാ കളക്ടർ അരുൺ K. വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്നു. തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം കൃത്യമായി പാലിക്കണമെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ നിയമാനുസൃതം സമാധാനപരവും കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയവുമായിരിക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണം പ്രവർത്തനങ്ങളും നടത്തുന്നത് ഹരിതചട്ടം പാലിച്ചും വേണം. പൊതുയോഗം, ജാഥ മുതലായ സംബന്ധിച്ച് പോലീസ് അധികാരികളെ മുൻകൂട്ടി അറിയിക്കണം. ഉച്ചഭാഷിണിയും മറ്റ് സൗകര്യവും ഉപയോഗിക്കുന്നതിനും അനുവാദം വാങ്ങേണ്ടതാണ്. വോട്ടിംഗ് മെഷീൻ കമ്മീഷൻ നടക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യം ഉണ്ടാകണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. മുൻകൂറായി പണം അടക്കുന്നതിന്റെ പേരിൽ ജീവൻ രക്ഷിക്കാനുള്ള ചികിത്സ നിഷേധിക്കരുതെന്ന് ഹൈക്കോടതി. അടിയന്തര ഘട്ടത്തിലും ഓരോ ആശുപത്രിയും സൗകര്യത്തിനനുസരിച്ചുള്ള ചികിത്സ ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇവ ആശുപത്രികളുടെ ഉത്തരവാദിത്തമാക്കുന്ന കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആൻഡ് നിയമവും ചട്ടവും ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ജസ്റ്റിസ് അശ്രുത് അരവിന്ദ് ധർമ്മികാധി, ജസ്റ്റിസ് VM ശ്യാംകുമാർ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ മാർഗനിർദ്ദേശം.
കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തുടങ്ങിയവയാണ് കോടതിയെ സമീപിച്ചത്. 2018 സംസ്ഥാന സർക്കാർ പാസാക്കിയ നിയമം നേരത്തെ സിംഗിൾ ബെഞ്ച് ശരിവച്ചിരുന്നു. ഓരോ രോഗത്തിൻ്റെയും ചികിത്സ നിരക്കടക്കം പ്രസിദ്ധീകരിക്കണമെന്നടക്കമുള്ള നിയമത്തിന്റെ വ്യവസ്ഥകൾ ചോദ്യം ചെയ്തിരുന്നു അപ്പീൽ. എന്നാൽ ഈ നിയമം ഭരണഘടനാപരമാണെന്നും ഇടപെടാൻ കാരണമില്ലെന്നും കോടതി വ്യക്തമാക്കി. സർക്കാർ ആശുപത്രികൾക്ക് ഉൾപ്പെടെ നിയമം ബാധകമാണ്. നിലവിൽ വന്നിട്ട് 8 വർഷമായിട്ടും നിയമം നടപ്പാക്കാൻ നടപടിയെടുക്കാത്ത ഹർജിക്കാർക്ക് പിഴ ചുമത്തേണ്ടതായിരുന്നെന്നും കോടതി പറഞ്ഞു. ചികിത്സാ നിരക്ക്, റിസപ്ഷൻ, അഡ്മിഷൻ ഏരിയ, വെബ്സൈറ്റ് എന്നിവിടങ്ങളിൽ ചികിത്സാ നിരക്ക് പ്രസിദ്ധീകരണം, സേവനങ്ങൾ എന്തൊക്കെ, ഓരോ രോഗത്തിനും അടിസ്ഥാന ചികിത്സയ്ക്കായി ചെലവാകുന്ന തുകയെത്ര, ആശുപത്രിയിലെ സൗകര്യങ്ങൾ എന്തെല്ലാം അടക്കമുള്ള വിവരങ്ങളും നൽകണം. ഡിസ്ചാർജ് സമയത്ത് ചികിത്സ സംബന്ധമായ എല്ലാ രേഖകളും കൈമാറണം. ചികിത്സാ രേഖകളടക്കം ലഭിക്കാനുള്ള രോഗികളുടെ അവകാശങ്ങൾ, പരാതി ഉന്നയിക്കേണ്ട ഓഫീസറുടെ ഫോൺ നമ്പർ, DMO അടക്കമുള്ളവരുടെ ബന്ധപ്പെടാനുള്ള നമ്പർ എന്നിവ നൽകണം. ചികിത്സാ നിരക്കിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യണം.